നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ റേഷൻ വിതരണം ഇന്ന് മുടങ്ങും. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. എല്ലാ വാർത്തകളിലേക്കും കടക്കാം. സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്നു മുതൽ തടസ്സപ്പെടും. 100 കോടി രൂപ കുടിശ്ശികയായതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതോടെയാണിത്. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ യോഗമാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. വിശദമായ അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മാസപ്പടി വിവാദത്തിൽ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം വന്നിരിക്കുന്നത്. CPM പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയ SFI നേതാവ് ജെയ്സൺ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയാണ് ജെയ്സൺ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജെയ്സൺ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ജനുവരി 9 വരെ തള്ളിയിരുന്നു. അടുത്ത കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. വടകര കുഞ്ഞിപ്പള്ളിയിൽ കടമുറികളിൽ നിന്നും കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥിയും കൊയിലാണ്ടി സ്വദേശിയുടെ സംശയം. മൃതദേഹ അവശേഷങ്ങൾ കണ്ടെത്തിയ മുറിയിൽ നിന്നും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് കൊയിലാണ്ടി സ്വദേശിയാകും മരിച്ചതെന്ന സൂചനകൾ ലഭിച്ചത്. മൃതദേഹത്തിന് സമീപത്ത് കിടന്ന വസ്ത്രത്തിനകത്തായിരുന്നു മൊബൈൽ ഫോൺ. ഇത് കൊയിലാണ്ടി സ്വദേശിയുടേതാണ്. ഇയാളെ കുറിച്ച് ഏറെ നാളായി വിവരമൊന്നും ലഭ്യമില്ലെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ 15-ന് വൈകിട്ട് സന്നിധാനത്തും എത്തും. പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകില്ല. രാജപ്രതിനിധിയും ഇക്കുറി ഘോഷയാത്രയെ അനുഗമിക്കില്ല. രാവിലെ പങ്കുവയ്ക്കാനുള്ള ഇത്തരം വാർത്തകളാണ്. പുതിയ വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.